the topic predicate calculus. Predicate എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, വേരിയബിൾ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് predicate എന്ന് പറയുന്നത്. ഇത് may be true or false ആകാം depending on the value of variable. വേരിയബിളിന്റെ വാല്യൂ അനുസരിച്ച് it may be true or false. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റാം ഈസ് എ സ്റ്റുഡൻറ് ഈ സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യുകയാണ്. ഹിയർ ഈസ് എ സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ഒരു പ്രെഡിക്കേറ്റ് ആണ്. റാം ഈസ് എ സബ്ജക്റ്റ്. റാം എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ട് റാമിന് എക്സ് ആയിട്ടും ഈസ് എ സ്റ്റുഡൻറ്റിനെ പ്രെഡിക്കേറ്റ് പി ആയിട്ടും ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് എക്സ് എന്ന് പറയും. ജനറലി നമ്മുടെ പ്രെഡിക്കേറ്റ്സിന് അറ്റ്ലീസ്റ്റ് വൺ ഒബ്ജക്റ്റ് എങ്കിലും ഈ പ്രെഡിക്കേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റിൽ പ്രെഡിക്കേറ്റ് പി, അതായത് ഈസ് എ സ്റ്റുഡൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റാം ആണ്. ഇവിടെ പ്രെഡിക്കേറ്റ് പി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് റാം ആണ്. ഇനി നമുക്ക് പ്രെഡിക്കേറ്റിന്റെ ഒരു എക്സാമ്പിൾ പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സ്റ്റേറ്റ്മെന്റ് ഫംഗ്ഷൻ ആണ്. നേരത്തെ നമ്മൾ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കുന്നത് റാം എന്ന് പറയുന്നതിനെ എക്സ് ആയിട്ടും ഈസ് എ സ്റ്റുഡൻറ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ പ്രെഡിക്കേറ്റ് പി ആയിട്ടും ഡിനോട്ട് ചെയ്തു. ഈ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു. ഹിയർ പി ഓഫ് എക്സ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഫംഗ്ഷൻ വെർ ഇഫ് വി റീപ്ലേസ് എക്സ് വിത്ത് എ സബ്ജക്ട് സെയിം സുനിൽ then we will be having a statement Sunil is a student. നമ്മുടെ ഈ പി ഓഫ് എക്സിൽ എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് സുനിൽ എന്നുള്ള സബ്ജക്റ്റ്. അപ്പം നമ്മൾ നേരത്തെ കണ്ടില്ലേ, നേരത്തെ നമ്മുടെ എക്സാമ്പിളിൽ റാം ഈസ് എ സ്റ്റുഡൻറ്, അത് നമ്മളെ ഇവിടെ പി ഓഫ് എക്സിൽ എക്സ് റീപ്ലേസ് ചെയ്ത് സുനിലിനാക്കിയപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് സുനിൽ ഈസ് എ സ്റ്റുഡൻറ് ആയി. നമ്മളെ പ്രെഡിക്കേറ്റ് the statement function is an expression having a predicate symbol and one or more multiple variables. This statement function gives a statement when we replace the variable with the object. നമ്മൾ ഈ വേരിയബിളിനെ ഒരു ഒബ്ജക്റ്റ് വെച്ച് റീപ്ലേസ് ചെയ്ത്, നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്റ്റ് നേരത്തെ എക്സാമ്പിളിൽ റാം ആയിരുന്നു, ഇവിടെ സുനിൽ എന്നുള്ള ഒബ്ജക്റ്റ് വെച്ച് റീപ്ലേസ് ചെയ്ത്. This replacement is called substitution instance of statement function. ഈ റീപ്ലേസ്മെന്റിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ സുനിലിന് ഉള്ള ഒബ്ജക്റ്റ് വെച്ച് ഈ സ്റ്റേറ്റ്മെന്റിനെ റീപ്ലേസ് ചെയ്ത്, അതുകൊണ്ട് ഈ റീപ്ലേസ്മെന്റിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Next നമ്മൾ പോകുന്നത് quantifiers. The variable of predicate is quantified by quantifiers. There are two types of quantifiers in predicate logic: universal quantifier and existential quantifier. രണ്ട് ടൈപ്പ് ക്വാണ്ടിഫയേഴ്സ് ആണ് ഇതിലുള്ളത്, യൂണിവേഴ്സൽ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സ്. ഫസ്റ്റ് വൺ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണ് നമ്മൾ പറയുന്നത്. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ സ്റ്റേറ്റ്സ് ദാറ്റ് the statement within its scope are true for every value of the specific variable. It is denoted by the symbol. ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ എങ്ങനെ റീഡ് ചെയ്യുന്നത് വെച്ചാൽ ഫോർ എവ്രി എന്നാണ് ഈ സിമ്പിൾ റീഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇവിടെ എഴുതിയത് ഫോർ എവ്രി എക്സ് പി ഓഫ് എക്സ് എന്നാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്, വായിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാൻ ഈസ് മോർട്ടൽ can be transformed into the proposition for every x p of x, where p of x എന്ന് പറയുന്നതാണ് ഇവിടെ predicate. x എന്ന് പറയുന്നത് മോർട്ടൽ, മാൻ ഈസ് മോർട്ടൽ എന്ന് പറഞ്ഞാൽ മോർട്ടൽ ആണ് x എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എവറി എക്സ് റെപ്രസെന്റ് ഫോർ ഓൾ മെൻ, എല്ലാ മെൻസിനെയാണ് ഫോർ എവറി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എവറി എക്സ് പി ഓഫ് എക്സ്. നെക്സ്റ്റ് ആണ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ.
Existential qualifier states that statements within its scope are true for some values of the specific variable. It is denoted by the symbol. Symbol use ചെയ്തിട്ടാണ് ഇത് denote ചെയ്യുന്നത്. ഇത് read ചെയ്യുന്നത് for some value of x, p of x എന്നാണ് read ചെയ്യുന്നത്. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ some peoples are dishonest. നമ്മൾ ഇതിനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആയിട്ടും എക്സ് എന്ന് പറയുന്നത് ഡിസ്ഹോണസ്റ്റ് ആയിട്ട് ഡിസ്ഹോണസ്റ്റ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ സം ഡിസ്ഹോണസ്റ്റ് ഇത് സം എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ സം ഡിസ്ഹോണസ്റ്റ് മെൻ read it. Next, predicate formulas ആണ്. Consider a predicate P with n variable as P of x1, x2, etc. xn. Here P is in place predicate and x1, x2, etc. xn are n individual variables. This n-place predicate is known as atomic formula of predicate calculus. The n-place predicate is atomic formula of predicate calculus. For example, P of x of xy, R of xy, z. Next one is well-formed formula. Well-formed formula is a predicate holding any of the following. ഈ ലിസ്റ്റിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെൽ ഫോർമഡ് ഫോർമുല. ഫസ്റ്റ് വൺ, all proportional constants and proportional variables are well formed formula. എല്ലാ proportional constants variables well formed formula ആയിരിക്കും. If x is a variable and y is a well-formed formula. For all y and for all xy are well-formed formula. Truth values and false values are well-formed formula. Each atomic formula is a well-formed formula. All connecting well-formed formulas are well-formed formulas. The next one is free and bounded variable. Consider a predicate formula having a part in form of some x p of x of x p of x. Then such part is called x bounded part of the formula. Any occurrence of x in x bounded part is termed as bound occurrence, and any occurrence of x which is not bound is termed as free occurrence. See the example. The example നോക്കുകയാണെങ്കിൽ some x p of x union q of x. Some x p of x union q of x. നമ്മൾ in the first example, scope of some x is p of x, q of x, and all occurrence of x are bounded occurrence. ഇതെല്ലാം first example all occurrence of x bounded occurrence ആണ്. Whereas second example last occurrence of x q of x എന്ന് പറയുന്നത് free occurrence ആണ്. free and bounded variable എന്ന് പറയും.